السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റോ എൻ്റെ മുമ്പിലിരിക്കുന്ന മുത്താലിം വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ ഖുറൈശാണ്. ആദ്യമായി ഈ സൂറത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾ പോകാം. ലീലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണക്കി കൊടുത്തെന്ന കാരണത്താൽ ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്, അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും കച്ചവട യാത്രയ്ക്ക് വേണ്ടി അവർക്ക് ഇണക്കി കൊടുത്തു. ആ കാരണത്താൽ ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭവനത്തിന്റെ രാജാവിനെ അവർ ആരാധിക്കട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്, എങ്ങനത്തെ പടച്ച റബ്ബാണ് അവർ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകുകയും അവർ ഭയാന്തരീക്ഷത്തിലുണ്ടാവുമ്പോൾ അവർക്ക് നിർഭയത്വം നൽകിയതായ ആ പടച്ച റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. ആരാണ് ഖുറൈശികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫളലല്ലാഹു ഖുറൈശൻ അലാ സബ്ഇ ഖിസാലിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഈ ഗോത്രത്തെ, ഖുറൈശ് ഗോത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല ഉന്നതിയിലാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം അന്നി മിൻഹും, ഞാൻ ഖുറൈശികളിൽപ്പെട്ടവനാണ്. രണ്ടാമത് പറയുകയാണ് വഅന്നന്നുബുവത മിൻഹും വഅന്നന്നുബുവത ഫീഹിം, നിശ്ചയമായും പ്രവാചകത്വം, എന്റെ പ്രവാചകത്വം ഉണ്ടായത് അവരിൽ നിന്നാണ്. മൂന്നാമതായി അവിടുന്ന് ഇറങ്ങി പറയുകയാണ് വൽ ഹിജാബതു ഫീഹിം, ഈ മക്കയുടെ, ഈ കഅബയുടെ പരിപാലനം മൊത്തം മക്ക ഖുറൈശികളിലാണ്. വസ്സിഖായതു ഫീഹിം, നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി പല ദിക്കുകളിൽ നിന്നും അവിടത്തേക്ക് ജനങ്ങൾ വരാറുണ്ട്. അവർക്ക് പാനീയവും ഭക്ഷണവും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഈ ഖുറൈശികളാണ്. അഞ്ചാമതായി അവിടുന്ന് എണ്ണിപ്പറയുകയാണ് വനസിറു അലൽ ഫീൽ, അബ്രഹത്തിന്റെ പടയാളികളായ ആനപ്പടയാളികൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചു, അവരെ സഹായിച്ചു. ആറാമതായി എണ്ണിപ്പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം 10 വർഷക്കാലം അവർ ആരാധിച്ചു. ആ കാലഘട്ടത്തിൽ മറ്റൊരു വിഭാഗവും അല്ലാഹുവിനെ ആരാധിച്ചിരുന്നില്ല. ആ കാലഘട്ടം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുമില്ല. ഏഴാമത്തെ കാര്യം അവിടുന്ന് പറയുകയാണ് അൻസലല്ലാഹു ഫീഹിം സൂറത്തൻ മിനൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് തന്നെ അവരുടെ വിഭാഗത്തിന്റെ പേരിൽ തന്നെ ഇറക്കി കൊടുത്തു. അതാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്ത്, ഈ സൂറത്തുൽ ഖുറൈശ്. ഈ സൂറത്തുൽ ഖുറൈശ് ഇറങ്ങാനുള്ള പശ്ചാത്തലം നാം ഒന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹാന്മാരിൽപ്പെട്ട ഒരു പിതാവാണ് ഹാഷിം. ഹാഷിമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളൊക്കെ ക്ഷാമമെന്ന് അവർ ഭക്ഷണം കഴിക്കാതെ നല്ല പ്രയാസത്തിൽ പെടുകയായിരുന്നു. അങ്ങനെ അവരിലേക്ക് ഹാഷിം ചെല്ലുകയും അവരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഹാഷിം അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം നിങ്ങൾ കച്ചവടം ചെയ്യണം.
അത് സീസൺ അനുസരിച്ചായിരിക്കണം നിങ്ങൾ കച്ചവടം ചെയ്യേണ്ടത്. ഒന്നാമതായി അവിടുന്ന് പറയുകയാണ്, ശൈത്യകാലത്ത് യമനിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അവിടെ പോയി നിങ്ങൾ കച്ചവടം ചെയ്യണം. അതേ രൂപത്തിൽ ഉഷ്ണകാലത്ത് നിങ്ങൾ ഷാമിലേക്ക് പോയി അവിടുന്ന് കച്ചവടം ചെയ്യണം. അങ്ങനെ വർഷത്തിൽ 6 മാസത്തിൽ 2 ആഴ്ചയാണ് അവിടെ 2 സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ കച്ചവടം ചെയ്യേണ്ടത്. അങ്ങനെ അവർ ആ ഹാഷിമിന്റെ വാക്കുകൾ കേട്ട് അവർ അവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തുടർന്ന് അവർ അതിലൂടെ നല്ല ലാഭം ലഭിക്കുകയും തുടർന്ന് അവർക്ക് 6 മാസം 2 ആഴ്ച കച്ചവടം ചെയ്ത കാരണത്താൽ അവർ 6 മാസം നല്ല സുഖവാസത്തോടെ അവർ ജീവിക്കുകയാണ്. അവർക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ട് അവിടുന്ന് അവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീ അത്അമഹും മിൻ ജൂ, അവർക്ക് വിശപ്പ് അകറ്റി കൊടുത്തവനായ അല്ലാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അതേ രൂപത്തിൽ ഈ യാത്ര പോകുന്ന സമയത്ത് എല്ലാ ഇടങ്ങളിലും അവർക്ക് നിർഭയത്വമായിരുന്നു, എല്ലാ ഭയാന്തരീക്ഷത്തിൽ നിന്നും അവർക്ക് നിർഭയത്വമായിരുന്നു. അതുകൊണ്ട് ഈ 2 കാരണത്താൽ അള്ളാഹുവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഖുർആനിലൂടെ വ്യക്തമാക്കുന്നത്. ആ കാലഘട്ടത്തിൽ അറബ് സാമ്രാജ്യങ്ങളിൽ എവിടെ കണ്ടാലും യുദ്ധങ്ങളായിരുന്നു. എന്നാൽ ഞാനൊരു ഹറമിലെ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആരും സ്പർശിക്കുകയില്ല, ആരും ഒരു ദ്രോഹവും ചെയ്യുകയില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക ഖുറൈശികൾക്ക് മഹത്വം നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ പറയുന്നത് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് എന്നാണ്, അല്ലാതെ ഫല്യഅബ്ദുല്ലാഹ എന്നല്ല. ഇതോടുകൂടി നാം വ്യക്തമാക്കാം, അവർ ആ കഅബയെ പരിപാലിക്കുന്നതിൽ അവർക്ക് ധാരാളം മഹത്വമുണ്ടെന്ന് നമുക്ക് ഈ ആയത്തിലൂടെ കൂടി നമുക്ക് വ്യക്തമാവുന്നതാണ്. അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പരാമർശിക്കുകയുണ്ടായി, من أصبح معافا في بدنه وآمنا في سربه وعنده قوت يومه فكأنه هيزت له الدنيا بحذافيرها. من أصبح معافا في بدنه, ഒരു വ്യക്തി ശരീര സൗഖ്യമുള്ളവനായി നേരം വെളുക്കുകയും അവൻ പോകുന്ന ഇടവഴികളിലൊക്കെ അവൻ നിർഭയനാവുകയും അതേ രൂപത്തിൽ അവന്റെ അടുക്കൽ അന്നേ ദിവസത്തെ ഭക്ഷണം അവന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അവൻക്ക് ദുനിയാവ് മുഴുവനും ലഭിച്ചവനെ പോലെയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പരാമർശിക്കുന്നത്. എന്നാൽ ആയത്തിൽ 2 കാര്യങ്ങൾ മാത്രമാണ് പരാമർശിച്ചത്, ഇവിടെ 3 കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് ഭക്ഷണവും ആ രൂപത്തിൽ സമാധാനവും കിട്ടുകയാണെങ്കിൽ അവൻക്ക് ആഫിയത്ത് എന്തായാലും ലഭിക്കുന്നതാണ്. അതാണ് ഖുർആനിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടില്ല, അത് ഹദീസിലൂടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വ്യാഖ്യാനം ചെയ്യുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്ത് ഓരോ വ്യക്തികൾക്കും സമാധാനവും ഭക്ഷണവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കൽ നിർബന്ധിതരാണ്. എന്നാൽ നാം മറ്റുള്ളവർക്ക് അപേക്ഷിച്ച് നോക്കുകയാണ്, ഫലസ്തീനിലേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഫലസ്തീനികളായ ജനങ്ങൾ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഏതൊരു സമയത്ത് അവർക്ക് മിസൈൽ വന്ന് വീഴുകയെന്ന് അവർക്ക് അറിയുകയില്ല. അതിനോട് നോക്കുകയാണെങ്കിൽ നാം നല്ല സുഖത്തോടെ കൂടെയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നാം അള്ളാഹുവിനെ ആരാധിക്കണം. ഏതൊരു വിഷയം വന്നാലും ഏതൊരു പ്രശ്നം വന്നാലും നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കേണ്ടതുണ്ട്. ഈ ആയത്ത് ഈ സൂറത്ത് ഖുറൈശികൾക്ക് മാത്രം ബാധകമല്ല, മറിച്ച് ഈ സൂറത്ത് ഖുറൈശ് അവരിലേക്ക് ഇറങ്ങിയതാണെങ്കിലും അതിന് 2 കാരണങ്ങളുമുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞതായ സബബുൻ നുസൂലും, അതേ രൂപത്തിൽ ഇത് ഈ ഖുർആൻ ഇറങ്ങുന്നത് ഖുറൈശികൾക്ക് ആയതുകൊണ്ടാണ് അവരെ ഇവിടെ എടുത്തു പറഞ്ഞത്. ആ കാരണത്താൽ
അവർക്ക് മാത്രം ഇത് ബാധകമല്ല, മറിച്ച് ലോകത്തിലുള്ള എല്ലാ മുസ്ലിമുകളും ഈ സൂറത്തിൽ പരാമർശിക്കുന്ന രണ്ട് കാര്യങ്ങൾ, സമാധാനവും ഭക്ഷണവും, അവന്റെ ജീവിതത്തിന് അവനക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കൽ ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ്. അതുകൊണ്ട് ഏതൊരു സാഹചര്യം വന്നാലും നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.